നമസ്കാരം. എല്ലാവർക്കും മീനു വ്ളോഗ്സിൻ്റെ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 2022 ഓഗസ്റ്റ് 18 വ്യാഴാഴ്ചയാണ് ശ്രീകൃഷ്ണ ജയന്തി. ഹിന്ദു ചാന്ദ്ര കലണ്ടർ പ്രകാരം ഭാദ്രപദ മാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ 8-ാം ദിവസം അല്ലെങ്കിൽ അഷ്ടമി തിഥിയിലാണ് മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ ജനിച്ചത്. ഈ വർഷം കൃഷ്ണൻ്റെ 5250-ാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. നിരവധി ഭക്തർ ശ്രീകൃഷ്ണനെ ഈ ദിവസം ആരാധിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നു. പക്ഷേ കേരളത്തിൽ കൃത്യം 1 മാസത്തിന് ശേഷം അഷ്ടമി രോഹിണി നാളിലാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. കൃഷ്ണ ജന്മാഷ്ടമി അല്ലെങ്കിൽ ഗോകുലാഷ്ടമി എന്നും ഇത് അറിയപ്പെടുന്നു. കൃഷ്ണൻ എന്നാൽ കറുപ്പ് അല്ലെങ്കിൽ മേഘം പോലെ ഇരുണ്ടത് എന്നാണ് അർത്ഥം. ഉത്തർപ്രദേശിലെ മധുരയിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം. അധികാരമോഹിയായ കംസൻ നല്ലവനായ തൻ്റെ അച്ഛൻ ഉഗ്രസേനനെ തടവിലാക്കി മധുര രാജ്യത്തെ രാജാവായി. അങ്ങനെയിരിക്കെ യദുവംശ രാജാവായ വസുദേവരുമായി കംസന്റെ സഹോദരി ദേവകിയെ വിവാഹം കഴിപ്പിച്ചു. ഇതുവഴി യദുവംശ രാജ്യം കൂടി തട്ടിയെടുക്കാം എന്നായിരുന്നു കംസന്റെ കണക്കുകൂട്ടൽ. വിവാഹം കഴിഞ്ഞ് ഇവർ രഥത്തിൽ കയറിയപ്പോൾ ഒരു അശരീരി മുഴങ്ങി. ദേവകിക്ക് ജനിക്കുന്ന 8ാമത്തെ പുത്രൻ കംസന്റെ അന്തകനായിരിക്കും. ഇത് കേട്ടതും കംസൻ അപ്പോൾ തന്നെ ദേവകിയെ കൊല്ലാനായി വാളോങ്ങി. ദേവകി ജീവിച്ചിരുന്നാലല്ലേ 8ാമത്തെ പുത്രനുണ്ടാവൂ. ദേവകിയെ വധിച്ചാൽ തൻ്റെ മരണം ഒഴിവാക്കാമല്ലോ എന്നാണ് കംസൻ ചിന്തിച്ചത്. ഇത് കണ്ട് പരിഭ്രാന്തനായ വസുദേവർ ദേവകിയെ കൊല്ലരുതെന്ന് യാചിക്കുകയും തങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കംസന് തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കംസൻ അവരെ വിട്ടയക്കുന്നതിന് പകരം ദേവകിയെയും വസുദേവരെയും തുറങ്കിലടച്ചു. ദേവകിക്ക് ജനിച്ച ആദ്യത്തെ 6 കുഞ്ഞുങ്ങളെയും കംസൻ കാലിൽ പിടിച്ച് തല തടവറയുടെ ചുമരിൽ ഇടിച്ച് കൊലപ്പെടുത്തി. 7ാമത്തെ കുഞ്ഞിനെയുമായി വസുദേവർ തടവറയിൽ നിന്ന് പുറത്തു കടന്ന് ഗോകുലത്തിലെ രാജാവായ നന്ദഗോപരുടെ ഭാര്യമാരിൽ ഒരാളായ രോഹിണിയെ ഏൽപ്പിക്കുകയും ആരുടെയോ മരിച്ചുപോയ ഒരു കുട്ടിയെയുമായി വന്ന് ദേവകിയുടെ അടുത്ത് കിടത്തുകയും ചെയ്തു. അങ്ങനെയിരിക്കെ തടവറയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജാതനായി. കൃഷ്ണൻ ജനിച്ചയുടനെ ഒരു ശോഭയുള്ള പ്രകാശം ജയിലിൽ നിറഞ്ഞു. ഒരു ദിവ്യശബ്ദം വാസുദേവരെ ഉണർത്തുകയും കൃഷ്ണനെ യമുനയ്ക്ക് കുറുകെ കൊണ്ടുപോകാനും ഗോകുലത്തിൽ നന്ദഗോപരുടെ അടുത്തെത്തിക്കാനും ആവശ്യപ്പെട്ടു. നന്ദഗോപരുടെ ഭാര്യ യശോദയ്ക്ക് ആ രാത്രിയിൽ ഒരു പെൺകുഞ്ഞ് പിറന്നിരുന്നു. കുഞ്ഞുമായി പോകുമ്പോൾ യമുന നദി വഴിമാറിക്കൊടുക്കുകയും ശേഷൻ എന്ന സർപ്പം വസുദേവരുടെ തലയിലെ കുട്ടയിൽ കിടക്കുന്ന കുഞ്ഞിനെ കുട പോലെ ചൂടി സുരക്ഷിതനായി ഗോകുലത്തിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ ജനിച്ച പെൺകുഞ്ഞിനെ തിരികെ ദേവകിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്തുകയും അപ്പോൾ ആ കുഞ്ഞ് ഉറക്കെ കരയുകയും ചെയ്തു. കുഞ്ഞ് ജനിച്ചതറിഞ്ഞു വന്ന കംസൻ 8ാമത്തെ കുഞ്ഞ് മകനല്ല മകളാണ് എന്നറിഞ്ഞിട്ടും ആ കുഞ്ഞിനെയും തലക്കടിച്ച് കൊലപ്പെടുത്താനായി കാലിൽ പിടിച്ചുയർത്തിയതും ആ കുഞ്ഞ് ആകാശത്തേക്കുയർന്ന് മഹാമായ ദേവിയായി രൂപാന്തരപ്പെടുകയും കംസന്റെ മരണം അടുത്തിരിക്കുന്നതായി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. കൃഷ്ണൻ ഗോകുലത്തിൽ നന്ദഗോപരുടെയും യശോദയുടെയും മകനായി വളരുകയും പിന്നീട് അദ്ദേഹം തൻ്റെ സഹോദരനായ ബലരാമനെയും കൂട്ടി മധുരയിലെത്തി ദുഷ്ടനായ കംസനെ വധിക്കുകയും ചെയ്തു. പിന്നീട് ഗുജറാത്തിലെ ദ്വാരകയിൽ തൻ്റെ കൊട്ടാരം സ്ഥാപിക്കുകയും ചെയ്തു. ഭൂമിയിൽ നിന്ന് അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു ശ്രീകൃഷ്ണ അവതാര ലക്ഷ്യം. ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ നമ്മുടെ ഉള്ളിൽ അഭയം തേടുന്ന കംസനെ വധിക്കുകയും ഉള്ളിലെ കൃഷ്ണനെ കണ്ടെത്തുകയും ചെയ്യുക. അഷ്ടമിരോഹിണിയുടെ ഈ പുണ്യവേളയിൽ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം മൂലം എല്ലാവരുടെയും ഹൃദയത്തിലും വീടുകളിലും ഭൂമിയിൽ മുഴുവനും സന്തോഷവും സമാധാനവും സമൃദ്ധിയും കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു.
ഓം കൃഷ്ണായ നമഃ.